മോനെ നിനക്ക് എന്തിറാ? ഞങ്ങളെല്ലാവരും കൂടെ പോകുന്നത് പാലക്കാടാണ്. ഇപ്പം നമ്മൾ സ്റ്റേ ചെയ്യുന്ന റൂമിൻ്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. ഇവിടാണ് ഞങ്ങൾ സ്റ്റേ ചെയ്യാൻ പോകുന്നത്. എല്ലാവരും ഒന്ന് ഫ്രഷായിട്ട് ഞങ്ങൾ നേരെ വന്ന പരിപാടിയിലോട്ട് കടക്കാൻ പോവുകയാണ്. ഫാൻറ്റസി പാർക്ക്, പാലക്കാട് മലമ്പുഴ, കേരളത്തിലെ ആദ്യത്തെ പാർക്കാണ്. ഇവിടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. രാവിലെ വന്നതിന് ശേഷം ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കയറി. ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചതിന് ശേഷം ഞങ്ങൾ ഓരോരോ റൈഡിലും കയറാൻ തുടങ്ങി. ഫുള്ള് ഞങ്ങൾ എൻജോയ് ചെയ്യാനായിരുന്നു ഞങ്ങളുടെ പ്ലാൻ. നമ്മൾ അവിടെ എല്ലാം കറങ്ങിയിട്ട് ഇപ്പം നേരെ പോകുന്നത് മലമ്പുഴ ഡാമിലാണ്. ഓക്കെ, നമുക്കിനി അങ്ങോട്ട് പോയിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം. അക്വേറിയമാണ് അങ്ങോട്ട്. നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല, ഇപ്പം നമ്മൾ നടന്ന് ഡാമിലോട്ടാണ് പോകുന്നത്. ഇതിൻ്റെ ടേസ്റ്റ് അപാരമാണ്, കൊള്ളാം. മുളക് പൊടിയെല്ലാം കൂടെ ചേർന്ന് അടിപൊളിയായിട്ടുണ്ട്. എരിഞ്ഞുള്ള ഒരു സംഭവം. മലമ്പുഴ ഡാമിൽ വന്നിരിക്കുന്ന ഇവിടെ ഭയങ്കര തിരക്ക്. നമ്മൾ ടിക്കറ്റ് എടുക്കണമെന്ന് തോന്നുന്നു കേട്ടോ. എന്നാലും നമുക്ക് അകത്തോട്ട് കയറാം. ബാഗും അങ്ങനത്തെ ഐറ്റംസൊക്കെ ഇവിടെ ഇങ്ങനെ പർച്ചേസിങ് ആണ്. നമ്മൾ ടിക്കറ്റ് എടുത്ത് അകത്ത് കയറി ഇങ്ങനെ നമ്മൾ മൂവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അകത്തോട്ട് പോയിട്ട് എന്തൊക്കെയുണ്ടെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടെ മലമ്പുഴ ബോർഡൊക്കെ ഉണ്ട്, ട്രെയിനൊക്കെ ഉണ്ട്. ട്രെയിനിലൊക്കെ ഇനി കയറണം. അതാ ഇതുമൊക്കെ ഇത് അടിപൊളി ചുള്ളിക്കമ്പ് വെച്ചുണ്ടാക്കിയ ഒരു വർക്കാണ്, കൊള്ളാം, നൈസാണ്. ഇവിടെ ഇങ്ങനെ ഒരു സംഭവം കണ്ടായിരുന്നു. ആ സിബ്ലൈൻ ഇല്ലേ, അവിടെയാണ് നമ്മൾ ആദ്യം ചെന്നത്. അവിടെ അതിൽ കയറണമെങ്കിൽ 71 രൂപ എന്നാണ് പറഞ്ഞത്. 71 എന്തോ 1 രൂപയുടെ കണക്ക് എന്തോ നമ്മൾ ചോദിച്ചപ്പോൾ എന്തോ ടാക്സ് സംഭവങ്ങളെന്നൊക്കെയാണ് അവർ പറഞ്ഞത്. ഓക്കെ, നമ്മൾ പിന്നെ അതിൽ കയറിയില്ല. നമ്മളിങ്ങ് വന്ന് മലമ്പുഴ ഡാം കാണാൻ വേണ്ടി വന്നതാണ്. ഞാനിപ്പോൾ ഉള്ളത് എന്തിൻ്റെ അകത്താണെന്നറിയാമോ? ഒരു ജയൻറ്റ് മുതലയാണ് ഇവൻ. അതിൻ്റെ അകത്താണ് ഞാനുള്ളത്. കണ്ടോ ഗൈസ്? ഐഷണ്ണ എൻ്റെ ഇടയിൽ കൂടെ എന്തോ വീഡിയോ എടുക്കുന്നുണ്ട്. മലമ്പുഴ ഡാമിൻ്റെ അവിടെ എത്തി. കണ്ടത് അവിടെ നിൽക്കുകയാണ്. നമ്മളെ കാണാൻ കുറേ കൂട്ടുകാരിവിടെ വന്നിട്ടുണ്ട്. കണ്ടോ? മോനെ നിനക്ക് എന്തിറാ? ഇവൻ എന്താന്ന് എനിക്ക് അറിയാൻ പോയാ. ഇവൻ എന്താന്ന് അറിയാൻ അവനെന്തോ ഒരു ആഗ്രഹം, അത് എനിക്ക് പറ്റത്തില്ല. വേറെ ആരെങ്കിലും പോടാ. സിപ്പ് ലൈൻ. നമ്മളിത് ആ ഡാമിൻ്റെ അടുത്തോട്ട് നടന്ന് പോവുകയാണ് കേട്ടോ. സ്റ്റെപ്പ് കയറി അങ്ങോട്ട് പോവാണ്. കാണണ്ടേ, തൊട്ടടുത്ത് നിന്ന് ഞാൻ കാണിച്ചില്ലാണ് ഡാമിൻ്റെ ഫ്രണ്ട്. ഇപ്പോൾ അടുത്ത സ്റ്റെപ്പാണ്. ഇനി ഇതും കയറണം. ഞാൻ ടോപ്പിൽ പോയിട്ട് അവിടെ എന്താണെന്നുള്ളത് കാണിച്ചു തരാം. കയറി ഇങ്ങോട്ട് വന്നു. ഇവിടെ ഇതായി ആണ്ടേ ചായക്ക് ഇനി കുടിക്കാം. ശരത്ത് എപ്പോഴും തിന്നുന്ന ആലോചിച്ചുകൊണ്ടിരിക്കരുത്. ഓക്കെ, നമ്മളിനി എന്നെ മേളിലോട്ട് കയറണം. അതിന് നിനക്ക് വയ്യേ, കയറിയേ പറ്റൂ. ഡാമിലെത്തിയിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ വിഷ്വല്. കണ്ടോ? മേളിൽ നിന്ന് താഴത്തെ വിഷ്വല് കാണിച്ചുതരാം. ഇതാണ് മേളിൽ നിന്ന് താഴത്തുള്ള വിഷ്വല്. കണ്ടോ ഗായ്സ്? പൊളിയല്ലേ? സീനല്ലേ ഇത്? ഫോൺ പോയാൽ കിട്ടത്തില്ല ഗായ്സ്. കണ്ടോ? ഇതാണ് അവിടെ മലയാണ് വലിയ. നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം അവിടെ എന്തോന്ന് സംഭവം. ഈ വിഷ്വല് കണ്ടോ? ഇത് അടിപൊളിയല്ലേ? ഇതാ സൂപ്പർ വിഷ്വലാണ്. നിങ്ങൾ ഇവിടെ നേരിട്ട് വന്ന് ഇത് കണ്ടു കഴിഞ്ഞുണ്ടല്ലേ, പൊളി. അതാ ഈ വഴി നടന്നാണ് വന്നത്. ഈ വഴി നടന്നിങ്ങനെ വന്ന് കയറി അകത്തോട്ട് വന്ന് ഇപ്പം ഡാമിൻ്റെ ഇവിടെ നിൽക്കുകയാണ് നമ്മൾ. അങ്ങ് വരെ പോകണം. നടന്ന് ഇനി നമുക്ക് പോകണം അങ്ങ് വരെ. സംഭവം എന്തോ ആവുമെന്ന് അറിയത്തില്ല. നമുക്ക് എന്തായാലും കുറച്ച് ഞാൻ വീഡിയോ എടുത്ത് ഇങ്ങനെ കാണിച്ചു തരുവാണ്. ഓക്കെ,
ഇവിടെ മീനുണ്ടെന്ന് വിഷ്ണു പോർക്കുളം പറയുന്നുണ്ട്. നമുക്ക് നോക്കാം എവിടെയാണ് മീൻ. ചൂണ്ട എടുത്തിട്ടാലോ? ഞങ്ങൾ കണ്ടില്ല. എവിടെ എവിടെ എവിടെ? ഒന്നും കാണുന്നില്ല. നമുക്ക് പോയാലോ? ഇവിടെ ഡാമിൻ്റെ സ്കെയിലും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. നമ്മൾ അപ്പോഴാണ് വേറൊരു കാഴ്ച ഉണ്ട്. അതുകൊണ്ട് സീൻ കാഴ്ചയാണ്. തേനീച്ച ഒരു കല്ലെടുത്ത് എറിഞ്ഞു കഴിഞ്ഞാൽ സെറ്റായിരിക്കും. പക്ഷെ എറിയത്തില്ല. നമുക്ക് പോയാലോ ഇവിടുന്ന്? ഇപ്പുറം നടന്നു വന്നപ്പോൾ ഇപ്പുറം ഉണ്ട് കേട്ടോ. എല്ലാ മൂലയ്ക്കും തേനീച്ച വെച്ചിട്ടുണ്ട് കേട്ടോ. ആണ്ടെ ഇവിടെ എല്ലാം വെള്ളം നിറയും. മഴ പെയ്യുമ്പോൾ ഇവിടെ എല്ലാം വെള്ളം നിറയും. ആണ്ടെ ഇവിടെ അതോ മുള്ളിൻ്റെ കുറേ സംഭവങ്ങളുണ്ട്. വ്യൂ ഇവിടുത്തെ വ്യൂ ഞാൻ ഓൾറെഡി കാണിച്ചതാണ്. പിന്നെ പൊളി വ്യൂ ആണ്ടെ. വാവ്, നമുക്ക് അങ്ങോട്ട് നടന്ന് പോകണമെന്നുണ്ട്. പക്ഷേ അങ്ങോട്ട് നടന്ന് അവർ കയറ്റി വിടത്തില്ല. ഇവിടെ അതാ ക്ലോസ്ഡ് ആണ്. ഇനി നമ്മൾ ഇതിൻ്റെ താഴോട്ട് പോകണം. ഇത്രയേ ഉള്ളൂ. നമുക്കിനി അങ്ങോട്ട് നടന്ന് പോകണമെന്നുണ്ട്. പക്ഷെ നടന്ന് പോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ താഴോട്ട് പോവുകയാണ്. ഓക്കെ, നേരെ അങ്ങോട്ടാണ് വഴി. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ ഞാൻ റൂമിൽ പോയിട്ട്, നമ്മളിനി എങ്ങും പോകുന്നില്ല. ഇനി നമ്മൾ റൂമിൽ പോയിട്ട് വെക്കറ്റ് ചെയ്ത് നമ്മൾ നേരെ കൊല്ലം വിടുകയാണ്. വേറെ എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എന്തെങ്കിലും നടക്കുകയാണെങ്കിൽ ഞാൻ വീഡിയോ എടുത്ത് നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. ഷുവറായിട്ടും കാണിക്കുന്നതായിരിക്കും. താമരയാണ് കേട്ടോ. ബ്യൂട്ടിഫുൾ ആയതുകൊണ്ട് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്താണ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി. ഇതാണ് വാട്ടർ ATM. നമ്മുടെ പാലക്കാടുള്ളതാണ്. ഇതിൻ്റെ വർക്കിംഗ് ഒന്നും എങ്ങനെയാണെന്ന് നമുക്ക് അറിയത്തില്ല. 1 ലിറ്റർ വെള്ളത്തിന് 1 രൂപ നാണയം നിക്ഷേപിച്ചതിന് ശേഷം ആവശ്യമായ ടാപ്പ് ബട്ടൺ അമർത്തുക. ഇതാണ് ടാപ്പ് ബട്ടൺ. ടാപ്പ് 1 ടാപ്പ് കിട്ടോ? 10 രൂപ ഇട്ടാൽ എടുക്കത്തില്ല, 5 രൂപ എടുക്കത്തില്ല, 1 രൂപ ഉണ്ടാ. 1 ലിറ്റർ. ഓക്കെ, വെള്ളം വരുന്നുണ്ടോ? 1 ലിറ്റർ വെള്ളം. ഇതാണ് കോൾഡ് വാട്ടർ. 1 രൂപ ഇട്ട് കഴിഞ്ഞാൽ കോൾഡ് വാട്ടർ വരും. പ്രസ് ചെയ്തി. ഓക്കെ, തണുപ്പുണ്ടോ? വാവ് ഗായ്സ്, ഇപ്പം മണി ഒരു 8:30 ആയിട്ടുണ്ട്. നമ്മളിപ്പോൾ നേരെ കൊല്ലം വിടുകയാണ്. നാളെ വെളുപ്പിനെയോ അല്ലേ കൊല്ലത്തെത്താൻ. ഓക്കെ ഗായ്സ്, ബൈ.